ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമയിലെ താരരാജാക്കന്മാരുടെ മുഖംമൂടികൾ ഒന്നൊന്നായി അഴിഞ്ഞു വീഴുകയാണ്. സിദ്ദിഖ്, മുകേഷ്, ജയസൂര്യ, ബാബുരാജ്, മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, സംവിധായകൻ രഞ്ജിത്ത്, ആ ലിസ്റ്റ് ദിനംപ്രതി ഇങ്ങനെ നീളുകയാണ്. ഇപ്പോഴിതാ നടൻ മോഹൻലാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു യുവനടി. നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള നടി ശിവാനിയാണ് ഈ പുതിയ വെളിപ്പെടുത്തലുമായി വന്നിരിക്കുന്നത്. താൻ അഭിനയിച്ച ഒരു സിനിമ സെറ്റിൽ അതിൻ്റെ ഹോട്ടൽ മുറിയിൽ വാതിൽ തട്ടുന്ന ഒരു നടനുണ്ടായിരുന്നു എന്നാണ് ശിവാനി പറഞ്ഞിരിക്കുന്നത്. തമാശക്കോ കാര്യമായിട്ടോ എന്നറിയില്ല, ഒരാൾ വാതിൽ തട്ടി ഓടിപ്പോകുന്ന പരിപാടി സ്ഥിരമായിട്ടുണ്ടായിരുന്നു. മുറിയിലുണ്ടായിരുന്ന താനും തൻ്റെ അമ്മയും അതാരാണെന്ന് കണ്ടുപിടിച്ചു. പകൽ സമയത്ത് വളരെ ഫ്രണ്ട്ലിയായി പെരുമാറുന്ന ഒരു നടനായിരുന്നു അയാൾ. അപ്പോൾ തന്നെ തങ്ങൾ സംവിധായകനോടും പ്രൊഡ്യൂസറോടും കാര്യങ്ങൾ പറഞ്ഞു. അതോടെ ആ പ്രശ്നം തീരുകയും എന്നാൽ കുറേ കാലത്ത് സിനിമകൾ ലഭിക്കാതെയാവുകയും ചെയ്തു എന്നാണ് ശിവാനി പറഞ്ഞത്. 1.5 കൊല്ലങ്ങൾക്ക് ശേഷം മോഹൻലാൽ, ജയറാം, ദിലീപ് എന്നിവർ ഒരുമിച്ച് അഭിനയിച്ച ചൈന ടൗൺ എന്ന സിനിമയ്ക്ക് വേണ്ടി തന്നെ വിളിച്ചു എന്നും ഹൈദരാബാദിലെ ലൊക്കേഷനിലേക്ക് പോകാൻ താനും അമ്മയും എയർപോർട്ടിൽ എത്തിയപ്പോൾ അവിടെ ആ നടനെ വീണ്ടും കണ്ടു എന്നും ശിവാനി പറഞ്ഞു. പിന്നീട് ഹൈദരാബാദിലെത്തിയെങ്കിലും ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ ഷൂട്ടില്ലെന്ന് പറഞ്ഞു എന്നും പിന്നീടാണ് താൻ അഭിനയിച്ചതെന്നും ശിവാനി വ്യക്തമാക്കി. ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസറായ ആൻ്റണി പെരുമ്പാവൂർ വന്ന് ആ നടനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. തൻ്റെ സിനിമയിൽ അഭിനയിപ്പിക്കരുത് എന്നും അഭിനയിച്ചാൽ തിരുവനന്തപുരത്തെ തിയേറ്ററിൽ ആളുകൾ കുറയുമെന്നും നടൻ ആൻ്റണി പെരുമ്പാവൂരിനോട് പറഞ്ഞു എന്നും, എന്നാൽ മോഹൻലാൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് തനിക്ക് ആ സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടിയതെന്നും ശിവാനി പറഞ്ഞു. ഒരു പെൺകുട്ടിയാണ്, ഇവിടെ വിളിച്ചു വരുത്തി തിരിച്ചയക്കുമ്പോൾ അവൾക്ക് നാണക്കേടുണ്ടാകുമെന്നും അവരുടെ സാമ്പത്തിക നില അറിയില്ല എന്നും അഭിനയിക്കാൻ ഒരു തുക പറഞ്ഞിട്ട് കൊണ്ടുവന്ന അവർക്ക് പല കാൽക്കുലേഷനും കാണുമെന്നും ആ തുക കിട്ടാതാകുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, ആ ശാപം നമുക്ക് കിട്ടാൻ പാടില്ല എന്നുമാണ് മോഹൻലാൽ ആൻ്റണിയോട് പറഞ്ഞത്. കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.